ജൂനിയർ NTR അഭിനയിച്ച ദേവര എന്ന ചിത്രം ഇന്ന് റിലീസായല്ലോ. ചിത്രം ആദ്യത്തെ ഷോ തന്നെ ഞാൻ തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സിൽ പോയി കണ്ടു. കാര്യം ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ടും ജൂനിയർ NTRലുള്ള പ്രതീക്ഷ വളരെ വലുതായതുകൊണ്ടും അതുപോലെ തന്നെ കോറത്താല ശിവ എന്ന പേരുള്ള സംവിധായകൻ്റെ സിനിമ ആയതുകൊണ്ടും ഒക്കെയാണ് ഞാൻ ഏരീസ് ഫ്ലെക്സിൽ തന്നെ ഈ സിനിമ കാണാമെന്ന് കരുതിയത്. ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയല്ലേ, അപ്പോൾ എല്ലാ ഒത്തിണങ്ങിയ ഒരു തിയേറ്ററിൽ കാണാമെന്ന് കരുതി. എന്തായാലും ഈ കോറത്താല ശിവ എന്ന സംവിധായകനെ കുറിച്ച് ഞാൻ പറയാം. ഈ ജനതാ ഗ്യാരേജ് എന്ന മോഹൻലാൽ സിനിമ 2016 പുലിമുരുകന് ശേഷം വന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് ഈ ജനതാ ഗ്യാരേജ് എന്ന ചിത്രം. ഈ ദേവര എന്ന ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സലാർ കണ്ടില്ലേ, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടുള്ള ഒരു സിനിമ. അതിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ കണ്ടു. അതുപോലെ KGF ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് നമ്മൾ കണ്ടു. അത് എല്ലാം വൻ വിജയങ്ങളായി മാറുകയും ചെയ്തു. ഇതിപ്പോൾ ഈ ആന്ധ്രയിലുള്ള തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചേരുവകൾ ചേർത്ത ഒരു സിനിമയാണ് കോറത്താല ശിവ എന്ന സംവിധായകൻ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് ഡബ് ചെയ്ത് കേരളത്തിൽ വന്നപ്പോൾ ഇത് കേരളത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇത് തെലുങ്ക് ചിത്രം ആയതുകൊണ്ട് തന്നെ തെലുങ്ക് ചിത്രത്തിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത ഒരു ചിത്രമാണ് ഈ ദേവര എന്ന ചിത്രം. അത് കോറത്താല ശിവ എന്ന സംവിധായകൻ ആ തെലുങ്ക് ജനങ്ങളെ തെലുങ്ക് സംസാരിക്കുന്നവരെ മുന്നിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ആവശ്യമായ എല്ലാ ചേരുവകളും സമാസമം ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ ആ സിനിമ കേരളത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. എന്തായാലും എനിക്ക് ഈ സിനിമ ഒരു മാസ് സിനിമ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ KGF കണ്ടതുപോലെ അല്ലെങ്കിൽ സലാർ കണ്ടതുപോലെ ഒരു മാസ് സിനിമ കണ്ടതുപോലെ എനിക്ക് തോന്നി. ഈ സിനിമയിൽ ഉടനീളം 2 ക്യാരക്ടറുകൾ ഇങ്ങനെ സിനിമയിലെ തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങനെ പോകുന്നുണ്ട്. അതാണ് ഒന്ന് ദേവരയും ഒന്ന് ഭൈരയും. ഈ ഭൈരയും ദേവരയും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ഇതിൽ ഭൈര എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സെയ്ഫ് അലി ഖാനാണ്. സെയ്ഫ് അലി ഖാൻ ഈ സിനിമയിൽ വന്ന് അഭിനയിച്ചതോടുകൂടി തന്നെ സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് തിരിഞ്ഞ് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞു ഈ സിനിമ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ സിനിമയിലുടനീളം ഈ സെയ്ഫ് അലി ഖാൻ ഈ ജൂനിയർ NTR ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു സംഭവമാണ് ഈ സിനിമയ്ക്കുള്ളിൽ. പിന്നെ ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെയും കടൽ കാണിക്കുന്നുണ്ട്. ഈ കടൽ എന്ന് പറയുമ്പോൾ കടലിൻ്റെ അഗാധത പോലെ തന്നെ കടൽ കാണുമ്പോൾ അതൊരു വശ്യമായ ഒരു സൗന്ദര്യമാണ് കടലിന്. എന്തായാലും അത് ഞാൻ ഏരീസ് ഫ്ലെക്സിൽ കണ്ടുകൊണ്ട് തന്നെ ആ കടലിൻ്റെ ആ ഒരു വശ്യത നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ ഈ സിനിമ നമ്മളൊരു പാൻ ഇന്ത്യൻ സിനിമ കാണുന്ന ഫീലിൽ നമ്മൾ കണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സിനിമയെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. കാര്യം ഈ സിനിമ ഒരു കൃത്യമായിട്ട് ഇതിൽ ജാൻവി കപൂറുണ്ട്. ജാൻവി കപൂറും NTRും തമ്മിൽ ജൂനിയർ NTR തമ്മിലുള്ള ചില പ്രണയ സ്പർശമുള്ള ചില ഡയലോഗുകളും അതുപോലെ തന്നെ ചില ഒരു സംഗീതവും ഒരു പാട്ടും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അതായത് എല്ലാം ചേരുവകളും ചേർക്കേണ്ട രീതിയിൽ ചേർത്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ നമ്മൾ കണ്ടിരിക്കുമ്പോൾ സിനിമയിൽ നമുക്ക് ഇപ്പം ഞാൻ ഇന്ത്യൻ 2 കണ്ടു. ഇന്ത്യൻ 2 കണ്ടപ്പോൾ ഇന്ത്യൻ 2ൽ എനിക്ക് ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ ഒന്നും നമുക്കത് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒന്നും ആ സിനിമയിൽ കാണാൻ കഴിഞ്ഞില്ല. അതുപോലെയല്ല ഈ സിനിമ നമുക്ക് തുടർച്ചയായിട്ട് 3 മണിക്കൂറാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് ബോറടിക്കുന്നതായി എനിക്ക് തോന്നിയില്ല. എന്തായാലും തിയേറ്ററിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് തിയേറ്ററിൽ പോയി കാണാം. കാര്യം ബിഗ് ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ജൂനിയർ NTRൻ്റെ പെർഫോമൻസും സെയ്ഫ് അലി ഖാൻ്റെ പെർഫോമൻസും എല്ലാം ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു. എന്തായാലും ജൂനിയർ NTRൻ്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തിയല്ലേ കഴിയൂ. അപ്പോൾ ജൂനിയർ NTRന് ചിന്തിക്കാൻ കഴിയില്ല നമുക്ക് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ, എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ എടുക്കാൻ എത്ര പേർക്ക് കഴിയും? എല്ലാവർക്കും കഴിയും. അപ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ കാണുന്ന പ്രതീതിയിൽ പോയിരുന്ന് കാണുക. അതിന് പറ്റിയൊരു സിനിമയാണ് ഈ ദേവര എന്ന് പറയുന്ന ചിത്രം. നമ്മുടെ മലയാളത്തിൽ നിന്നും ഷൈൻ ടോം ചാക്കോയും അതുപോലെ സുദേവ് നായരും ഉണ്ട്. ഇവർക്ക് 2 പേർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് അതിൽ സംവിധായകൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ ഒരു സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുദേവ് നായരുടെ ആയാലും ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലായാലും ഈ 2 നടന്മാരെയും ഈ സംവിധായകൻ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട നടന്മാരായതുകൊണ്ടല്ലേ അവരെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത്. എന്തായാലും അത് ഒരു കേരളത്തിലുള്ള നടന്മാരുടെ ഒരു മികവ് തന്നെയാണ്. ഒരു അന്യഭാഷാ ചിത്രത്തിൽ അഭിനയിക്കാൻ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും നടന്മാരെ ക്ഷണിക്കുമ്പോൾ അവരുടെ കഴിവ് കണ്ടുകൊണ്ട് തന്നെയാണ് ആ സിനിമയിലേക്ക് സംവിധായകൻ ക്ഷണിക്കുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന താഗ് ലൈഫ് എന്ന ചിത്രത്തിൽ നമ്മുടെ ജോജു ജോർജ് അഭിനയിക്കുന്നുണ്ട്. മണിരത്നത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതുപോലെ കേരളക്കരയിൽ നിന്നുള്ള അഭിനേതാക്കളെ മറ്റു സംസ്ഥാനങ്ങളിലെ ചലച്ചിത്രങ്ങളിലേക്ക് മറ്റു ഭാഷകളിലേക്ക് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ അവരുടെ ഒരു മിടുക്കിൻ്റെ ഒരു മാനദണ്ഡം തന്നെയല്ലേ അത്. ഈ ദേവര എന്ന ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ
ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ തെലുങ്കിൽ സലാർ വന്നു. അപ്പോൾ സലാർ വന്നപ്പോൾ സലാറിന് 1-ാം ഭാഗം വന്നു, 1-ാം ഭാഗം കഴിഞ്ഞു, ഇനിയിപ്പോൾ 2-ാം ഭാഗത്തിനെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഈ KGF 1 വന്നു കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് KGF 2 വന്നത്, അതിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ അതുപോലെ ഒരു 2 ഭാഗങ്ങളുള്ള ഒരു കഥയാണ് ഈ സംവിധായകൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും സിനിമയുടെ അവസാനം എഴുതി കാണിക്കുന്നത് ദേവര 2 വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത സിനിമ വരട്ടെ, നമുക്ക് കാണാം. എന്തായാലും സിനിമ ഒരു മാസ് സിനിമ എന്നുള്ള രീതിയിൽ KGF കണ്ടതുപോലെ അല്ലെങ്കിൽ സലാർ കണ്ടതുപോലെ നമ്മൾ ചെന്നിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയബിളായിട്ടുള്ളൊരു സിനിമയാണ് ദേവര.